ഹായ്. ഇന്ന് ഒരു യാത്ര പോവാണ്. വേറെ കൂടെ അല്ല കേട്ടോ, വില്ലേജ് ഓഫീസർ. ഇത് കണ്ടോ, വണ്ടിയുടെ പോക്ക് ഒരു രക്ഷയില്ലാന്ന് ഞാൻ പറയാറില്ലേ. ഇതാണ് സംഭവം. മുറ്റത്തെ സിറ്റൗട്ടിലാണ് നിൽക്കുന്നത്. ഞാനൊന്നും കൂടെ മ്യൂട്ടും പോട്ടെ പോസാക്കിയതാണ് വണ്ടി പോയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഒരു വില്ലേജ് ടാക്സ് അടച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പർ കിട്ടാനില്ല വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലൊന്നും തപ്പിയിട്ട് കാണാനില്ല, അടച്ചൊന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അവിടെയെല്ലാം പോയി വന്നിട്ട് വൈകുന്നേരം ഒരു അടിപൊളി ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ആശാലതയുടെ. അപ്പോൾ അതിന് പോകുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് കണ്ടുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ എടപ്പള്ളി മാർക്കറ്റ് വഴി അവിടെ ബൈക്കിൻ്റെ ലൈഫായിട്ടുണ്ട്. അപ്പോൾ അത് നന്നാക്കാൻ കൊടുക്കുന്ന കാര്യം ചോദിക്കാനായിട്ട് കയറി. പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വില്ലേജ് ഓഫീസിലേക്ക്. അപ്പോൾ പഴയ റോഡും പുതിയ റോഡും ഒക്കെ മിക്സായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത്തിരി മാറിപ്പോയി. നമ്മുടെ നാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പണികളൊക്കെ നടക്കുമ്പോൾ ആകെ കൺഫ്യൂഷനാവും. എന്തായാലും പഴയ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരിത് മാറിപ്പോയി. ആ റോഡിലേക്ക് കയറേണ്ടത് ഈ റോഡിലേക്ക്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ശരിയായ വഴിയിലേക്ക് തിരിഞ്ഞ് വില്ലേജ് ഓഫീസിൽ പോയി. തിരിച്ചു വരുന്ന വഴി പുക പരിശോധന നടത്തണമായിരുന്നു വണ്ടിയുടെ. അപ്പോൾ അത് നടത്തി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. വൈകുന്നേരമാണ് ആശാലതയുടെ പ്രോഗ്രാമിന് പോണത്. അപ്പോൾ അത് ചെങ്ങമ്പഴ പാർക്കിൽ ഒരു മാസത്തെ ചെങ്ങമ്പഴ മഹോത്സവം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ് കേട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അപ്പോൾ മിസ് ചെയ്യേണ്ട ആരും കണ്ടോളൂ കേട്ടോ. ലാസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്ന് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഡാൻസിലേക്ക് പോകാം. ഇങ്ങനെ നേരെ പോയാൽ ഇവിടെ എത്താം, അമൃതയിലെത്താം. ഇങ്ങനെ പോയാലും എന്താണ് നമുക്ക് ലോങ് പോകണമെങ്കിൽ ലോങ്ങും പോവാം. കോഴിക്കോട് പോകണമെങ്കിൽ കോഴിക്കോടും പോവാം. ഇതിലാണ് കോഴിക്കോട് പോയിക്കൊണ്ടിരുന്നത്. അതാ ഞാൻ പറഞ്ഞേ, പഴയ റോഡല്ലേ. ഇതിപ്പോ നമ്മള് വില്ലേജ് ഓഫീസിലേക്ക് പഴയ മെയിൻ റോഡ്. ഇപ്പൊ നമ്മള് ഏത് ജംഗ്ഷനിലെത്തി? ഇത് പോണേക്കരാണ്. അങ്ങനെ പോയാലും ഇങ്ങനെ പോയാലും എത്തും. മനസ്സിലായി? അവിടെ നിന്നാണ് നമ്മൾ വരണ്ടിരുന്നത് അല്ലേ? ആ വഴിക്ക് നമ്മളെ ദേവകുളങ്ങര വഴിയാണ്. അമ്മ ഞാൻ പറഞ്ഞ വഴി വന്നാലും ദേവകുളങ്ങര വഴി വന്നാലും വില്ലേജിലെത്തും. ഇത് അമ്പലം, ഞങ്ങളിവിടെ കളിക്കാൻ വന്നിട്ടുണ്ട്. ഈ അമ്പലത്തിൽ ഇവിടെ ഗേറ്റ് തുറന്നെടുക്കാം. അവിടെ പോണേക്കര അമ്പലം. അവിടെ പോട്ടെ. അങ്ങനെ നമ്മുടെ വില്ലേജിൽ പോയി നമ്മുടെ കാര്യമെല്ലാം സാധിച്ചു. അവർ നമുക്ക് രസീറ്റൊക്കെ തന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുക പരിശോധനാ കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയി ചുറ്റിക്കറങ്ങിയൊക്കെ വന്നിട്ട് വേണം അവിടേക്ക് എത്താനായിട്ട്. അതൊരു പെട്രോൾ ബങ്ക് ഉണ്ട് എടപ്പള്ളിയിട്ട് ഉള്ള. അവിടെ അതിൻ്റെ ഉള്ളിലായിട്ട് പുക പരിശോധനയുണ്ട്. പല സ്ഥലത്തുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ അടുത്ത് അതാണ്.
ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ ബൈ.